അല്ല മുസ്ലിം ലീഗിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്നു പറയാവുന്നതല്ലേ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ലീഗ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണല്ലോ, ആണല്ലോ, അത് വളരെ വ്യക്തമാണല്ലോ. അതിനനുസരിച്ച് എനിക്ക് പ്രതികരിക്കാനാവും. എഫ് പി പോസ്റ്റ് എന്ന് പറയുന്നത് ആ പോസ്റ്റ് പിൻവലിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞാൻ പിൻവലിക്കൂലേ? മറ്റൊരു പോസ്റ്റ് വന്നിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് നേതൃത്വം, എൻ്റെ നേതാക്കന്മാരൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നവരാണ്. ഇവിടെ എത്രയോ ആളുകൾ മുമ്പ് വരാറുണ്ട്, ഇന്നും വന്നിട്ടുണ്ട്. എല്ലാം നേരിൽ വന്ന് കാണുന്നവരുണ്ട്. അവർക്ക് എപ്പോഴും വരുന്നവരാ. ഇവിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തു CPM നേതാക്കളുമായിട്ട്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വരും, ഞങ്ങളുടെ നാട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. ചർച്ചയല്ലല്ലോ ഇപ്പോൾ നടക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ CPM നേതാക്കൾ വരുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വല്ലതുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കും. എല്ലാ കാലത്തും ലീഗിനെ പ്രതിരോധിച്ചിരുന്ന ശക്തനായ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം വളരെ ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ ആ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്ന, മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന ആ നല്ല വാക്കുകൾക്ക് നന്ദി. CPM മാത്രമാണോ തങ്ങളുടെ പാർട്ടിക്കാർക്ക് അത് ബോധ്യമായില്ല എന്നാണോ പറയുന്നത്? CPM നേതാക്കൾ ലീഗിനെ പ്രതിരോധിക്കുന്ന ആളാണ് താങ്കൾ, പക്ഷേ പാർട്ടിക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ല, അതെനിക്കറിയില്ല. അദ്ദേഹത്തിന് നല്ല വാക്കുകൾക്ക് നന്ദി, അദ്ദേഹം പറയുന്നുള്ളൂ. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും LDF-മായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ല, അത് എനിക്ക് പറഞ്ഞ ഞാനങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കമൻസ് ഇല്ല. ഞാൻ പറഞ്ഞു, ലീഗും ഞാനും കൂടി എന്ത് ചർച്ചയുടെ ആവശ്യം? ഞാൻ മുസ്ലിം ലീഗിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ, പിന്നെ ചർച്ച ഉണ്ടോ? പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അല്ല,